പഞ്ചായത്തിലെ ജെട്ടിയിലേക്കുള്ള വണ്ടിയിതാ വണ്ടിയിതാ പോകി നിറച്ചിട്ട് വാനോളം പോകുന്ന വണ്ടിയിതാ വണ്ടിയിതാ മായം കൊണ്ടുണ്ടാക്കി മായക്കെത്താത്തൊരു വണ്ടിയിതാ വണ്ടിയിതാ വണ്ടി എന്തേലും ഒന്ന് കൈയടിച്ച് പാടാൻ പറ്റിയൊരു പാട്ട് പാടാൻ പറഞ്ഞു വന്ന സിനിമാ പാട്ട് എന്തേലും പാടാൻ പറഞ്ഞു. ശരി നിയാസൊക്കെ പറഞ്ഞ് അന്നൊരു പാരഡി എന്തേലും പാടാൻ പറ്റും അത് ഉണ്ടാക്കിയെന്നല്ലാന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് എടുത്തില്ല. ആ സമയം കൊണ്ട് അവിടെ നിന്ന് സെറ്റാക്കി. ഞാൻ കുറച്ച് കമ്മിറ്റഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് സമയത്തിന് വായിക്കാൻ പറ്റില്ല. കുറച്ച് വായിക്കാൻ പറ്റാതായപ്പോ എനിക്ക് ഇത്തിരി ടെൻഷൻ. ഇനിയിപ്പോ എന്നെ മാറ്റിയവര് വേറെ ആരെങ്കിലും അപ്പോഴേക്കും അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴേക്കും ഞാൻ അന്ന് തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് വായിച്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെന്നൈക്ക് ട്രാവൽ ചെയ്യായിരുന്നു. ട്രെയിനിൽ ഇരുന്നിട്ടാണ് ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചത്. ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ ആരാണ് നായകൻ, എവിടെ എൻ്റെ കോസ്റ്റ്യൂം, ആ സൈസ് ഒന്നും രചന നമ്മളെ എടുക്കൂല. കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് ഒക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ മേക്കൊക്കെ പ്രത്യേകിച്ച് നിന്നോളണം. ഈ അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പം പ്രശംസ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് തലയിറങ്ങി വീണ് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, പാട്ട് പാടാൻ വരുമ്പോൾ ഇനി അഭിനയിക്കാൻ വരുന്നത്. മിമിക്രി അവിടെ വെച്ച് അവസാനിപ്പിച്ച് കോലടിച്ച് പോകുന്നതാണ് അന്ന് എപ്പോഴൊക്കെ കയറി. അത് നടന്ന കഥ തന്നെയാണ്. ഞാൻ ബിബിനോട് റിയൽ നടന്നാണ് എൻ്റെ ജീവിതത്തിൽ. അത് ഞാനിട്ട് ബിബിൻ ജോർജിനോട് ഞങ്ങൾ കൂടുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ സിനിമ വന്നപ്പോ സാജു നവോദയാണ് വേഷം ചെയ്തത്. ആ സ്റ്റേജിൽ റിയൽ ഞാൻ അനുഭവിച്ച സംഭവം വരുന്നത്, ഒരു കൊച്ചിന്റെ മിമിക്രി കണ്ടിട്ടേ ചെന്നിട്ട് അതേപോലെ തന്നെ അഭിനയിക്കാൻ നോക്കി. പക്ഷെ ഇത്തിരി പാളിപ്പോയി, വീഴ്ച തെറ്റിയിട്ട് അന്ന് നാടകം തുടങ്ങാൻ പറ്റണം. ഒരു നാടകക്കാർ 5 മിനിറ്റ് എനിക്ക് തന്നതാണ്. ഭയങ്കര ജനം. മിമിക്രി ആണെങ്കിൽ അതിന് മുമ്പൊക്കെ കഴിഞ്ഞ് നിൽക്കണ്. എല്ലാവർക്കും മതിയായിട്ടിരിക്കുമ്പോഴും ഞാൻ മിമിക്രി പറയും വീണ്ടും ഒരവസരത്തിന് ചെല്ലണത്. എന്നാ കൂടിയിട്ട് ഞാൻ എന്റെ വീഴ്ച തന്നെ പോയി. തലയിറങ്ങി വീണ ഒരു സീനായിരുന്നത്. എനിക്ക് വന്നിട്ട് ഇതാണ് ആദ്യമായിട്ട് ഒരാള് വരും പരിപാടി ചെയ്യുമ്പോ തല പേടിച്ചിട്ട് വീണെന്നൊക്കെ പറഞ്ഞ ചെയ്യുന്ന പറയാൻ വേണ്ടിയുള്ള അവസരം പോലും കിട്ടിയില്ല എനിക്ക്. മൈക്കൊക്കെ എടുത്തുകൊണ്ട് പോയി കളഞ്ഞോന്ന് ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സംഭവിച്ചു പോയതാണ്. ഫ്ലോയിൽ എല്ലാം കൂടി കറക്റ്റ്. ഒരു പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വിളിച്ച്, നമ്മുടെ ഭാഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ കുറേ ആളുകൾക്കും കൂടി അവസരം മലയാള സിനിമയിൽ ഉണ്ടാവാൻ വേണ്ടിയായിരിക്കും. ആരും ഡേറ്റ് തന്നില്ല, ഉള്ളവർ ചെയ്ത്. കഥ കൊള്ളാം, പക്ഷെ 7 വർഷത്തൊക്കെ ഡേറ്റ് ഒക്കെ ഇല്ലാന്ന്. നമ്മൾ ആരെ കാത്തിരിക്കാനാണ്? ചിലപ്പോ അവൻ മരിച്ചു പോകുമോ, നമ്മൾ മരിച്ചു പോകുമോ, കാണാൻ ആളുണ്ടാവുമോ എന്നൊന്നും അറിഞ്ഞൂടല്ല. നമുക്ക് ചോദിച്ചു പോവാം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് 26-ന്, അതായത് ജൂലൈ 26-ന് തിയേറ്ററിൽ റിലീസാകാൻ പോകുന്ന മൂവിയാണ്. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ടീം, ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ടീമാണ് മറിമായം എന്ന് പറയുന്നത്. ആൻഡ് മൂവിയുടെ പേരാണ് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമയാണ് റിലീസാകാൻ പോകുന്നത്. സോ വെൽക്കം സലിമിക, സുധിരേട്ട ആൻഡ് രചന. ഹലോ, നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ, പറയൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചോദിക്കൂ, പറയാം. അപ്പോൾ 26-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് വരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ടീം, ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു മൂവി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബോണ്ടും അതിൻ്റെ ഒരു ഇത്. അപ്പം ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്ത് പോയ എക്സ്പീരിയൻസ്, കാര്യങ്ങൾ മൊത്തം? ഈ സിനിമ സംഭവിക്കുന്നത് ഞങ്ങളൊരു 13 വർഷമായിട്ട് മറിമായത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ ഉള്ളത്. അപ്പോൾ ഈ മറിമായത്തിൻ്റെ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്തൊക്കെ ഞാനൊരു 10-13 വയസ്സ് തൊട്ടേ പൊതുരംഗത്തുണ്ട്. നാട്ടിലെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെടുകയും സാധാരണക്കാരുടെ ആളുകൾ കൂടെ നിൽക്കുകയും അവരുടെ പൾസറിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് നമ്മൾ മറിമായത്തിൽ വരുന്നത്. അപ്പം മറിമായത്തിൻ്റെ ഇടവേളകളിൽ എനിക്കുണ്ടായേക്കുന്ന രസകരമായ കുറേ നിമിഷങ്ങൾ ഞാൻ ഇവരുമായിട്ടൊക്കെ പങ്കുവെക്കുമായിരുന്നു. അപ്പോൾ ഇവർ ചിരിക്കും, പിന്നെ അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞ് കുറേ ആയപ്പോൾ മണിയേട്ടൻ പറഞ്ഞാൽ ഇതൊരു സിനിമക്കുള്ളൊരു സാധ്യത ഉണ്ടല്ലോ, ഇതൊക്കെ കൂടി നമുക്കൊന്ന് കൂട്ടിച്ചേർത്താൽ നല്ലൊരു ഹ്യൂമർ സിനിമക്കുള്ളൊരു സാധ്യതയുണ്ട്. നീ ഒരു പണിയേ, ഓർമ്മ ഉള്ളതൊക്കെ വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള നിലയിൽ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്തിട്ട് പോക്കറ്റിലൊരു ചെറിയ സാധനം പേരുണ്ട്, നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നോട്ട് ചെയ്തിടുമായിരുന്നു. ഒരു ദിവസം മണിയേട്ടൻ പറഞ്ഞ് നമുക്കൊന്ന് ഇരിക്കുക, ഇതൊരു സ്ക്രിപ്റ്റ് ആക്കുക, നമുക്കൊരു നല്ലൊരു സിനിമ ആക്കുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും മണിയേട്ടനും കൂടി ഇരുന്ന് ഒരു സ്ക്രിപ്റ്റൊക്കെ ആക്കി. അപ്പോഴും നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല, പ്രൊഡ്യൂസറും ഇല്ല, ഒന്നുമില്ല, ഇതെങ്ങനെ സിനിമ ആവുമെന്നൊന്നും അറിയില്ല. യാദൃച്ഛ്യമായിട്ട് ഒരു ദിവസം ഈ സപ്തതരംഗിൻ്റെ ചെയർമാൻ ഉണ്ണിസാറ് വിളിക്കുകയാണ് മണിയേട്ടനെ. നമുക്കൊരു സിനിമ ആലോചിച്ചാലോ, നമുക്കൊരു സിനിമ ചെയ്താലെന്താണ്, നിങ്ങൾ മറിമായത്തിൻ്റെ ആളുകൾക്ക് വലിയ ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മണിയേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ട്,
നമ്മൾ ചുട്ടു വെച്ചേക്കണത്, ഞങ്ങളതൊന്ന് വന്ന് പറയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടി ഗുരുവായൂർ ചെന്ന് കഥ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ സിനിമ ഉണ്ടാക്കിയാൽ പോരല്ലേ, ഇത് കച്ചവടമാവണ്ടേ. അപ്പോൾ ആരെങ്കിലും മുഖപരിചയമുള്ള ഒരു നടനെയും നടിയും മുമ്പിൽ നിർത്തി ബാക്കി മറിമായത്തിൽ എല്ലാവരും കൂടിയൊക്കെ അസോസിയേറ്റ് ചെയ്ത് സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 8-9 മാസത്തോളം നടന്നു. പക്ഷെ നമുക്കങ്ങനെ പ്രധാനപ്പെട്ട ആരുടെയും ഡേറ്റ് കിട്ടിയില്ല. കഥയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട്, എന്തുകൊണ്ടോ നമുക്കത് സാധിച്ചില്ല. അങ്ങനെ നമ്മളിത് പാതി വഴിക്ക് ഉപേക്ഷിക്കാം. നമുക്ക് ചെയ്തിട്ടെന്താ, ഇത് ജനങ്ങൾ കാണണ്ടേ, ആരെങ്കിലും തിയേറ്ററിലൊന്ന് കാണണ്ടേ. അപ്പോൾ ഞാനും മണിയേട്ടനും കൂടി അന്ന് നമുക്ക് വേറൊരു ദിവസം ആലോചിക്കാമെന്നും പറഞ്ഞിട്ട് ഗുരുവായൂർ എന്ന് ഇത് ഒഴിയാൻ പറയാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങളങ്ങനെ മാറിയൊന്നും വേണ്ട, നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു സാഹസത്തിന് ഗത്യന്തരമില്ലാതെ മുതിർന്നു പോയതാണ്. അപ്പൊ അങ്ങനെ പഞ്ചായത്ത് ചെട്ടിയായി. പഞ്ചായത്ത് ചെട്ടി അങ്ങനെ ആലോചിച്ച് മറിമായൻ ടീം എല്ലാവരും കൂടി അഭിനയിക്കാന്ന് വെച്ചപ്പോ സിനിമയിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ സഹോദരി രചന. അപ്പൊ മറിമായത്തിൽ നിന്ന് തുടക്കം കുറിച്ച ഒരാളാണല്ലോ. അപ്പൊ രചനയും കൂടി നമുക്ക് വിളിച്ച് നമ്മുടെ കൂടെ നിർത്താം. അതുകൊണ്ട് നമ്മൾ കഴിയുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് നമുക്കൊരു പ്രൊഡക്റ്റ് കൊടുക്കുക, അവർ നമ്മളെ സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടിയാണ് ഇങ്ങനെ പഞ്ചായത്ത് ചെട്ടി രൂപപ്പെടണം. ഒരു സിനിമ ഉണ്ടാക്കി കളയാമെന്നോ അല്ലെ കുറെ തമാശ ഉണ്ടാക്കി ആളുകളെ ചിരിപ്പിക്കാമെന്നോ ഒന്നുമല്ല, ഇത് സംഭവിച്ചു പോയതാണ്. എല്ലാം കൂടി കറക്റ്റ്. ഒരു പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വിളിച്ച്, നമ്മുടെ ഭാഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ കുറെ ആളുകൾക്കും കൂടി അവസരം മലയാള സിനിമയിൽ ഉണ്ടാവാൻ വേണ്ടിയായിരിക്കും, ആരും ഡേറ്റ് തന്നില്ല, ഉള്ളവര് ചെയ്ത്. അപ്പൊ ഇനി ഇത് ആളുകൾ അതെ അതെ 6 വർഷത്തേക്ക് നോക്കണ്ട, 7 വർഷം. കഥ കൊള്ളാം, നമ്മളെ വെറുപ്പിക്കാതിരിക്കാനാണ്. കഥ കൊള്ളാം, പക്ഷെ 7 വർഷത്തേക്ക് ഡേറ്റ് ഒക്കെ ഇല്ലാന്ന്. നമ്മൾ ഈ വലിക്കണ ശ്വാസം പുറത്തോട്ട് വിടുമെന്ന് പോലും ഉറപ്പില്ലാത്ത നമ്മൾ ആരെ കാത്തിരിക്കാനാണ്? ചിലപ്പോ അവൻ മരിച്ചു പോകുമോ, നമ്മൾ മരിച്ചു പോകുമോ, കാണാൻ ആളുണ്ടാവുമോ എന്നൊന്നും അറിഞ്ഞൂടല്ല. നമുക്ക് സിനിമ ചെയ്യാൻ വേണം, സത്യസന്ധമായിട്ട് ഞാൻ പറയണ. അപ്പൊ അങ്ങനെ സംഭവിച്ച് വളരെ വൃത്തിയായിട്ട് സിനിമ വന്നിട്ടുണ്ട്. നല്ല തമാശ ആര് പറഞ്ഞാലും ചിരിക്കുമല്ല, അത് ഇന്നാള് പറഞ്ഞെങ്കിലാന്നൊന്നും ആരും ആലോചിക്കില്ല, അപ്പൊ ചിരിക്കും. പിന്നെ ചെറിയൊരു മെസ്സേജ് ഉണ്ട്, ചെറിയ കണ്ണ് നനയിക്കലുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും കൂടി ചേർത്ത് വറുത്തരച്ച് ഒരു വൃത്തിയായ ഒരു സിനിമയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങളുടെയും പൊതുജനങ്ങളുടെയും പ്രേക്ഷകരുടെയൊക്കെ സപ്പോർട്ടാണ് വേണ്ടത്. തീർച്ചയായിട്ടും. പിന്നെ സിനിമയുടെ അനുഭവങ്ങൾ ഇവര് പറയട്ടെ. അല്ല, അത് തന്നെ പറഞ്ഞത് തന്നെ സംഭവം എന്ന് വെച്ചാല് ഇവരത് മാത്രമല്ല, അവിടെ തൊട്ട് ഇപ്പൊ സലിമൊക്കെ ഒരു വാക്ക് ഏറ്റെടുത്തിട്ട് തുടങ്ങി വെച്ചല്ല, അതിനേക്കാളും പിന്നെ അങ്ങോട്ട് പിന്നീടുള്ള ഇതൊക്കെ ഇവർക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഞാനതിൽ ഏകദേശം ആ പടത്തിന്റെ കുറെ ഭാഗങ്ങളിലുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ നേരിട്ട് കാണുകയൊക്കെ ചെയ്താണ്. സലീമൊക്കെ ത്രൂ ഔട്ട് എല്ലാ മേഖലയിലും, പുള്ളി ഒരു നടൻ മാത്രമല്ല, മറ്റ് എല്ലാ വർക്കിലും പുള്ളിയുടെ തല ഇത് തീർന്നപ്പോഴും വിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അഭിനയിച്ച് നിൽക്കുമ്പോൾ തന്നെ ഫോൺ വന്ന് അവിടെ ഇവിടെ വിളിച്ചൊക്കെ ഉള്ള, അപ്പൊ അത്രയും റിസ്ക് ഇവര് അതിലും എല്ലാവരും എടുത്തിട്ടുണ്ട്, എല്ലാ ടീമുകളും. അപ്പൊ ആ ഒരു ടീമിലൂടെ നമുക്കും ചെയ്യാൻ പറ്റി. നമുക്കൊരു ക്യാരക്ടർ വന്നു. സലീമിന്റെ ഒപ്പം തന്നെ ഉള്ളൊരു പുള്ളിയുടെ സുഹൃത്താണ് ഇതില് പടത്തിൽ. അതിന്റെ എല്ലാവർക്കും ഒരു സ്പേസ്, ഈക്വൽ സ്പേസ് കണ്ടപ്പോഴും ബാക്കി കണ്ടപ്പോഴും ഒക്കെ എനിക്ക് അത് തോന്നുന്നു, ഫീൽ ചെയ്തു. എല്ലാവർക്കും ഈക്വൽ സ്പേസ് ഉണ്ട്, എല്ലാ ക്യാരക്ടറിനും ഐഡന്റിറ്റി ഉണ്ട്, എല്ലാവരെയും തിരിച്ചറിയും. ഞാൻ പറഞ്ഞില്ല, സംഭവിച്ചു പോയതാണ്, നമ്മ മനഃപൂർവ്വമല്ല ഒന്നും. അത് അങ്ങനെ തന്നെ ആവട്ടെ. അതെ അതെ. ഇതിനെയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞത് മറിമായത്തിലൂടെ വന്ന്, അല്ലെ മറിമായത്തിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട്, എന്നിട്ട് അവരുടെ ഒരു ടീമിനോട് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെ നിങ്ങളുടെ ഓൺ ടീമിനോട് വർക്ക് ചെയ്യും, അതൊരു ചെറിയ ഉണ്ട് കേക്കില്ല, ഒരു ഇരട്ടി ഹാപ്പിനെസ് അല്ലേ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട്? തീർച്ചയായിട്ടും. ഞാൻ ഇന്നും മിസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മറിമായം. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ ചെയ്യണില്ല എങ്കിലും ഇന്നും മിസ് ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ശരിക്കും പറയാച്ചാ എനിക്ക് മറിമായം. അപ്പൊ ഞാൻ ഇവരെന്നെ അഭിനയിക്കാൻ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇവര് വെറുതെ വിളിക്കണതായിരിക്കും, ചുമ്മാ കാശ് തരാതെ വിളിക്കണ അങ്ങനെ. ഈ സലിമേട്ട എല്ലാം മനസ്സിലാക്കി എടുക്കണ്ടല്ലോ. ഇവര് വെറുതെ വിളിക്കണായിരിക്കും, പൈസ ഒന്നും ഇവരോട് ചോദിക്കാനും പറ്റൂല, മുടക്ക് പറഞ്ഞേക്കാം. അത് ഏത് ഇന്റർവ്യൂല
അത് നിയാസൊക്കെയാണോ അതോ സലീമൊക്കെയാണോ? പിന്നെ അല്ല, സലീമൊക്കെ തന്നെ പറഞ്ഞാന്ന് തോന്നുന്നു. നിയാസിന്റെ അടുത്തോ അല്ലെ സ്നേഹയുടെ അടുത്തോ അഭിനയിക്കാൻ നെക്സ്റ്റ് പ്രോജക്റ്റ് കണ്ട് വിളിച്ചപ്പം കാശില്ലെങ്കിലും കുഴപ്പമില്ല അഭിനയിക്കാന്ന് പറഞ്ഞു. പക്ഷെ നിയാസൊക്കെ പറഞ്ഞത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഞാൻ റെഡി. പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെയല്ല വിചാരിച്ചേ. ഞാൻ വിചാരിച്ചത് ഞാൻ ഇപ്പൊ കൊറേ കാലമായിട്ട് ചെയ്യണില്ലല്ലോ, അപ്പൊ ആക്ച്വലി ഇവർക്ക് എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നമ്മള് എല്ലാവരുമായിട്ട് മാനസികമായിട്ടുള്ള അടുപ്പം അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും എന്നെ വിളിക്കേണ്ട കാര്യം യാതൊരു കാര്യമില്ല. ഇനിയിപ്പൊ എനിക്ക് വിഷമാവോന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണോ അതും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മണികണ്ഠേട്ടൻ സ്ക്രിപ്റ്റ് അയച്ചപ്പോ മണികണ്ഠേട്ടൻ പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് അയക്കാൻ, നീ വായിക്കുക എന്നിട്ട് പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ മണികണ്ഠേട്ടാ ഞാൻ നാളെ തന്നെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സലീമേട്ടൻ വിളിച്ചു. സലീമേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ വായിച്ചു ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ തിരക്കായിരുന്നു, ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തു. പിന്നെയും ഞാൻ വിളിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോണ്ടാ എടപ്പള്ളി നൃത്താസ്വാദക സദസ്സിൽ എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പണ്ട് മണിയേട്ടനും സലീമേട്ടനും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരെന്നെ ശരിക്കും വിളിച്ചതാണ്. അതെ, ഇനിയിപ്പോ ഒന്നും തന്നില്ലെങ്കിലും വേണ്ട, വെറുപ്പിക്കണ്ടല്ലാന്ന് കരുതി ഞാനൊരു ബിരിയാണി കിട്ടിയാലോ. പിന്നെ അങ്ങനെയാണ്. അതൊന്നല്ല കേട്ടോ, ഞാൻ അതിന് മുമ്പ് വായിച്ച് കുറച്ച് തിരക്ക്. അതെ, ഇല്ല അമേരിക്കയിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കമ്മിറ്റഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് സമയത്തിന് വായിക്കാൻ പറ്റില്ല. കുറച്ച് വായിക്കാൻ പറ്റാതായപ്പോ എനിക്ക് ഇത്തിരി ടെൻഷനായി. ഇനിയിപ്പൊ എന്നെ മാറ്റിയവര് വേറെ ആരെങ്കിലും അപ്പോഴേക്കും അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴേക്കും ഞാൻ അന്ന് തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് വായിച്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെന്നൈക്ക് ട്രാവൽ ചെയ്യായിരുന്നു. ട്രെയിനിൽ ഇരുന്നിട്ടാണ് ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം ചെന്നൈയിൽ എത്തിയ ഉടനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ മണിയേട്ടനെ സലീമക്കനെ ഞാൻ വിളിച്ചു, റെഡിയാ സലീമേട്ടനെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെയൊക്കെ. അങ്ങനെയാണ് അല്ല നമ്മള് ഡേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞ്. അപ്പൊ രചന ഓക്കെ അല്ലെങ്കിൽ വേറൊരാളെ കണ്ടെത്തി ഈ സമയമൊക്കെ പൊളിയും. അപ്പൊ ആ ഒരു വിളി നമുക്ക് വലിയ ആശ്വാസമായിരുന്നു. ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ ആരാണ് നായകൻ, എവിടെ എന്റെ കോസ്റ്റ്യൂം, ആ സൈസ് ഒന്നും രചന നമ്മളെ എടുക്കൂല. കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് ഒക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ മേക്കൊക്കെ തേച്ച് നിന്നോളണം. കാരണം ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞു കൊടുത്ത ഒരാളാണ് ഞാൻ. അസോസിയേറ്റ് ആയിട്ട് രചന വരുമ്പോ അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തേക്കണതിന്റെ ഒരു ബന്ധമൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് അത് കംഫർട്ടബിൾ ആയിരുന്നു. വളരെ മനോഹരമായിട്ട് രചന ആ ക്യാരക്ടർ ചെയ്ത് അതിന് പറ്റിയ ആളുമായിരുന്നു. കറക്റ്റ് ആയിരുന്നു. സംഭവം നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഈ ഓരോ ആൾക്കാരെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ആക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എന്റർടൈനർ ആവാം. ഇപ്പൊ സുധീരനെ പറ്റി പറയുമ്പോൾ ഒരു ക്രൗഡ് പുള്ളർ തീർച്ചയായിട്ടും, ഒരു എന്റർടൈനർ അല്ലെങ്കിൽ സ്റ്റേജ് എല്ലാവരും നമ്മളെല്ലാവരും. ഇപ്പം സുധീരനെ എസ്പെഷ്യലി പറയുമ്പോൾ പാരടിപ്പാട്ടിന്റെ ഒരു മെയിൻ പരിപാടി. പക്ഷെ ഞാൻ ഓർക്കാറുണ്ട്, ഇപ്പൊ ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കുമല്ലോ ഇതെങ്ങനെ ഈ ക്രിയേറ്റിവിറ്റി വരുന്നത്, അപ്പൊ പറയുമ്പോൾ അങ്ങനൊന്നും ഇല്ല, ഞാൻ ചിലപ്പോൾ തന്നെ ഇരിക്കുമ്പം വരുന്നതാണ്. പക്ഷെ സുധീരേട്ടനോട് ചോദിക്കും, സുധീരേട്ടൻ പറയുന്ന കാര്യം ബെഡില് വടക്കോട്ട് നോക്കി കിടന്നു കഴിയുമ്പം വടക്കോട്ട് നോക്കി ഒന്ന് കിടക്കണം, അപ്പോഴാണ് വരുന്നത്. എനിക്ക് അത് കിഴക്കോട്ടാണെങ്കിൽ വരത്തില്ല. കാരണം വടക്ക് വശം ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് നന്നാക്കണമെങ്കിൽ 10 രൂപ ഉണ്ടാക്കണമല്ല. അന്നിങ്ങനെ ആലോചിക്കാൻ നേരത്ത് ഉടനെ വരികൾ വരും. പൈസ തെക്കോട്ട് തിരിഞ്ഞാല് പുട്ടിയിട്ട് പെയിന്റ് അടിച്ചേക്കാം, കാര്യമൊന്നുമില്ല, ഉറങ്ങിയേക്കാം അല്ലേ. അങ്ങനെയാണ് അല്ലേ. സൈഡിൽ പൊട്ടലുണ്ടായില്ല. അതായത് മറ്റേ ഇതില്ലാത്ത എന്താ പറയുക, ഈ ജനല ഇല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. ജനല മറ്റേ ഡോറില്ലാത്ത അവിടെ നേരെ അങ്ങോട്ട് നോക്കി കിടന്നാല് പെട്ടെന്ന് കിട്ടുമായിരുന്നു ആ സമയത്ത്. അപ്പൊ നീ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ആ മുറി എനിക്കതാ സെറ്റായി കഴിയുമ്പോ പൊളിഞ്ഞു പോയി. തറവാടായിരുന്നു, അത് പൊളിച്ച് വേറെ വീടായി. സംഭവം ഉണ്ടായിരുന്നു. ശരിയാണ്, 1-2 പാട്ട് ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ പാട്ടിന്റെ പിന്നിലെ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫസ്റ്റ് കിക്ക് സ്റ്റാർട്ട് ചിലപ്പം നമ്മൾ ചുമ്മാ വെച്ച, അല്ലെ അതിന് പിന്നിൽ എന്തെങ്കിലും കഥ? അതിന് പിന്നിൽ സ്റ്റോറി ഇല്ല. എന്റെ ഇതിൽ സ്റ്റോറി ഉണ്ടാവാറില്ല പെട്ടെന്ന്. പക്ഷെ അത് ആ പാട്ട് ഫുള്ള് കഴിയുമ്പോ അതിന്റെ സ്റ്റോറി
ആയി വരും. ആയി അങ്ങ് വരും. സുധീരേട്ടൻ അങ്ങനെ സ്പോട്ടില് ചെയ്ത ഒരു പാട്ടുണ്ട് നമ്മുടെ സിനിമയിൽ. ഓക്കെ. അപ്പോ നമ്മള് ഷൂട്ട് ചെയ്യണ ആ സമയത്ത് എന്തായാലും പാടുന്നു പറഞ്ഞു ബസ്സില്. എന്തായാലും ഒന്ന് കൈയടിച്ച് പാടാൻ പറ്റിയ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. വന്ന സിനിമാ പാട്ട് എന്തെങ്കിലും പാടാൻ പറഞ്ഞപ്പോ നിയാസൊക്കെ പറഞ്ഞ് അന്നൊരു പാരഡി എന്തെങ്കിലും പാടാൻ പറ്റും അത് ഉണ്ടാക്കിയാൽ നല്ലതെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് എടുത്തില്ല. ആ സമയം കൊണ്ട് അവിടെ നിന്ന് ഞങ്ങള് സെറ്റാക്കി. എന്റെ വരികൾ പറഞ്ഞു കുറെ ആളെ ഞങ്ങള് പാടി വെച്ചിട്ട് അത് ദിലീപേട്ടന്റെ പഞ്ചായത്ത് ജെട്ടി എന്നാണല്ലോ. അപ്പൊ പഞ്ചായത്തിലെ ആ പാട്ടെന്ന് പഞ്ചായത്തിലെ ജെട്ടിയിലേക്കുള്ള വണ്ടിയിതാ നിറച്ചിട്ട് വാനോളം പോകുന്ന വണ്ടിയിതാ മായം കൊണ്ടുണ്ടാക്കി മായം ചേർക്കാത്തൊരു വണ്ടിയിതാ വണ്ടി അങ്ങനെ സാധനം. നമ്മളാ പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ക്യാരക്ടറുകളൊക്കെ അതിലുണ്ട് പടത്തിലുള്ള. അപ്പൊ അവരൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണ് അവരെ വെച്ചിട്ട് ആ പാട്ട് ഫുൾ ഉണ്ടായി. നമ്മള് പടത്തിലെ ഇപ്പൊ ഈ മറിമായത്തിലെ ആളുകളല്ലാതെ തന്നെ മിമിക്രി രംഗത്ത്, നാടക രംഗത്ത്, അതുപോലെ അഭിനയിക്കാൻ കഴിവുണ്ടായിട്ട് അവസരം കിട്ടാത്തവർ അങ്ങനെ 100-120ഓളം ഡയലോഗുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കൊക്കെ നമുക്ക് ഇതിൽ അവസരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അവര് അഭിനയിച്ചിട്ടുണ്ട്. പടം കൂടെ ആക്ച്വലി ഹിറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെട്ട അവർക്കും അതൊരു വലിയ പലർക്കും എല്ലാവർക്കും അതിനുള്ള ഗുണം കിട്ടും. അവരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആളുകളാണ്. ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ആളുകളാണ്. അവരൊക്കെ നല്ല വൃത്തിയായിട്ട് ആക്ട് ചെയ്തിട്ടുമുണ്ട്. നന്നായിട്ട് അവരെ ശ്രദ്ധിക്കപ്പെടും. ഇനിയും അവസരങ്ങൾ അവർക്ക് കിട്ടും. അതെ. സലിമേട്ടൻ ആരെയും നിരാശപ്പെടുത്തിയിട്ടില്ല. ചിലരെയൊക്കെ എടുത്ത് നോക്കുമ്പോ നമ്മുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും ഒക്കെ ആയിട്ടാണെങ്കിലും സിനിമ ഫീൽഡ് എത്തിക്കഴിഞ്ഞ് ചിലർ പറഞ്ഞിട്ട് നമുക്കൊരു വേഷം തരേണ്ട ഇതൊക്കെ വരേണ്ട സമയത്താണെങ്കിൽ അവര് പറയും കഴിഞ്ഞ പടത്തില് നിനക്ക് തരാൻ പറ്റിയ സംഭവം ഉണ്ടായില്ല, കാരണം അതൊരു ചെറിയ സാധനമായിരുന്നു, ഞാൻ അതല്ല നിനക്ക് ഉദ്ദേശിക്കുന്നത്, നിന്നെ വെറുതെ ചെറിയ സീൻ. പക്ഷെ ഒരു കാലത്തും നമുക്കൊരു വലിയ സീൻ ഉണ്ടാവില്ല. വേണ്ടി അങ്ങനെ ആൾക്കാർ പറയുകയും ചെയ്യും. പക്ഷെ സലീമിന്റെ ഞാൻ പറഞ്ഞില്ല ഡയറക്റ്റ് ഞാൻ പറഞ്ഞാണ് പറയലും. പക്ഷെ ഈ സലീം ഒരാളെ നിരാശപ്പെടുത്തില്ല. അന്ന് നമ്മള് ബോൾഗാട്ടിൽ ഷൂട്ടിൽ നിൽക്കുമ്പോ ക്രൗഡ് ഒരു ചേട്ടൻ വന്നിട്ട് പരിചയപ്പെട്ട് ഞാൻ ഇന്ന ആളുടെ ബന്ധത്തിലുള്ളാട്ടെ അവിടെ നിന്ന് വന്നാണ്, ദൂരെന്ന് വന്നിക്കണത് ആണല്ലേ, അപ്പൊ എന്താണ്ട് ചുമ്മാ അങ്ങനെ വന്ന് ഷൂട്ട് കണ്ടിരുന്നപ്പോ വല്ല ചെയ്തിരുന്നത് ഇതില് വല്ല ചെയ്താന്ന് വെച്ചപ്പോ ഇല്ല അത് ചെയ്തിട്ട് വേണോട്ടെ പോവാന്ന് എന്താ നമ്മളൊരു നാട്ടുമ്പുറമാണ്. അപ്പൊ അങ്ങനെ ബോട്ട് ജെട്ടിയും ബോട്ട് വന്നിറങ്ങും ജാഥയും. അപ്പൊ ഇവരൊക്കെ നമുക്ക് വേണം. ഒരാളെ അന്വേഷിച്ച് നടക്കണ്ട. ഇഷ്ടമുള്ള ആളാണെങ്കിൽ അത് നിൽക്കണമെങ്കിൽ അവര് ഉള്ളിൽ ചിലപ്പോ ആലോചിച്ചിട്ട് സംഭവമെങ്കിലും മനസ്സുകൊണ്ട് ഹാപ്പിയാണ് അവര്. എനിക്ക് രചന ഈ മറിമായത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പൊ തീർച്ചയായും തീർത്ഥാടനം എന്ന് പറഞ്ഞ അതും ഇപ്പൊ ചില പാട്ടുകൾ വൈറലാവും, ചില പാട്ടുകൾ സോഷ്യൽ മീഡിയയിലും നല്ല രീതിയിൽ പിടിച്ചു കയറുന്ന ഒരു സംഭവം. ആ ഒരു ടൈമിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെ ആ ഒരു പെർട്ടിക്കുലർ എന്താ അറിയോ, ഞാൻ അഭിനയിക്കാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിച്ച ഒരു വ്യക്തിയൊന്നല്ല. എനിക്ക് എപ്പോഴും ഡാൻസ് ആണ് അന്നും ഇന്നും എന്നും എൻ്റെ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ അഭിനയം ഉണ്ടല്ലോ ഒബ്വിയസ്ലി. പക്ഷെ തീർത്ഥാടനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതേപോലെ ഡാൻസിന് അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായിട്ട് പോയ ആളാണ് ഞാൻ. അപ്പൊ എൻ്റെ ടീച്ചറിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ ചേച്ചിയായിരുന്നു കൊറിയോഗ്രാഫി. ചേച്ചിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ ആളാണ്. അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടിയുടെ കുറവ് വന്നു. അശ്വതിന്റെ കൂട്ടുകാരിയായിട്ട് ചെയ്യാനുള്ള ഒരു കുട്ടിയുടെ കുറവ് വന്നു. കുറവ് വരെയല്ല, കൂടെ ഉണ്ടായിട്ടുള്ള കുട്ടി അശ്വതിനെക്കാട്ടിലും സൈസ് കൂടുതൽ. അപ്പൊ മാച്ച് ആവില്ല, ആ കുട്ടീനെ നോട്ടീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കണ്ണനങ്കിള് അന്ന് ചോദിച്ചു, എന്തായാലും നീ ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണില്ലേ, പടത്തു കൂടെ ഓടി നടക്കണില്ലേ, നിനക്ക് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്തതാണ് തീർത്ഥാടനം. അഭിനയിക്കാനായിട്ട് പോയി അങ്ങനെ ചെയ്തല്ല. പക്ഷെ എനിക്ക് ഒരു ഭാഗ്യം തോന്നിയത് MT സാറിന്റെ സ്ക്രിപ്റ്റില് ആദ്യമായിട്ട് മുഖം കാണിക്കാൻ പറ്റി എന്നുള്ളത്. അതെ അതെ അതെ. പിന്നെ ജയറാമേട്ടനുമായിട്ടുള്ള ഒരു മൂവി എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അന്ന് ഞാൻ ചെയ്തിട്ട് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് മൂവി റിലീസാകുമ്പോൾ അത് ജയറാമേട്ടനായിട്ടായിരുന്നു എന്നുള്ളത് ഒരു നിമിത്തം പോലെ അങ്ങനെ വന്നു. സിനിമ എന്നല്ല, അഭിനയ മേഖല, സ്ക്രീനായ മിനി സ്ക്രീൻ ആയാലും ബിഗ് സ്ക്രീൻ ആയാലും അതെനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ വന്നതാ. അതുകൊണ്ട് ഞാനത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല.
തീർച്ചയായിട്ടും അത് കൂടെ തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മൂവീസ് ഇങ്ങനെ റിലീസ് ആവാനായിട്ട് ഞാൻ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിരുന്നു. എൻ്റെ പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു. പക്ഷെ എത്ര ബ്രേക്ക് എടുത്താലും എന്നെ അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണല്ലോ. കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് ഇതിപ്പോ 2024 തുടങ്ങിയില്ലേ, 3 വർഷമായി. അത് ചെറിയ കാര്യമല്ല, വന്നു പെടാൻ ഞാൻ സുഖം 30 സിനിമ ചെയ്തു എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിക്കുന്നു. 32ാമത്തെ സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. അത്രേ ഉണ്ട്. അതെ, അതിൽ 32ാമത്തെ സിനിമ ഹിറ്റ് ആവുന്നുണ്ട്. ആവട്ടെ അല്ലേ? തീർച്ചയായിട്ടും ടച്ച് വുഡ്. ഇപ്പം ഈ അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞ സിനിമയില് ഇപ്പം പ്രശാന്ത് ഷാജിച്ചേട്ടൻ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് തലയിറങ്ങി വീണ് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, പാട്ട് പാടാൻ വരുമ്പോ ഇനി അഭിനയിക്കാൻ വരുന്നത്. അത് അന്ന് ആൾക്കാര് അത് അടിപൊളി സീനായിരുന്നു, അതിന്റെ കാണികൾ ആ സമയത്ത് അവിടെ കൂവുന്നു, അതായിരുന്നു അതിന്റെ ടേക്ക് അല്ല സീന്. പക്ഷെ അത് ഇൻ റിയൽ ലൈഫില് അത് ചെയ്ത് കൈയടി കിട്ടിയ ആളാണ്. കൂടിയ ആളാണ്. മിമിക്രി അവിടെ വെച്ച് അവസാനിപ്പിച്ച് കോലൊടിച്ച് പോന്നതാണ് അന്ന്. പിന്നെ എപ്പോഴൊക്കെ കയറി. അത് നടന്ന കഥ തന്നെയാണ്. ഞാൻ ബിബിനോട് റിയൽ നടന്നാണ് എൻ്റെ ജീവിതത്തിൽ. അത് ഞാനിട്ട് ബിബിൻ ജോർജിനോട് ഞങ്ങൾ കൂടുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ സിനിമ വന്നപ്പോ സാജു നവോദയാണ് വേഷം ചെയ്തത്. ആ സ്റ്റേജിൽ റിയൽ ഞാൻ അനുഭവിച്ച സംഭവം വരുന്നത്, ഒരു കൊച്ചിന്റെ മിമിക്രി കണ്ടിട്ടേ ചെന്നിട്ട് അതേപോലെ തന്നെ അഭിനയിക്കാൻ നോക്കി. പക്ഷെ ഇത്തിരി പാളിപ്പോയി, വീഴ്ച തെറ്റിയിട്ട്. അന്ന് നാടകം തുടങ്ങാൻ പറ്റണം. ഒരു നാടകക്കാരൻ 5 മിനിറ്റ് എനിക്ക് തന്നതാണ്. ഭയങ്കര ജനം. മിമിക്രി ആണെങ്കിൽ അതിന് മുമ്പൊക്കെ കഴിഞ്ഞ് നിൽക്കണ്. എല്ലാവർക്കും മതിയായിട്ടിരിക്കുമ്പോഴും ഞാൻ മിമിക്രി പറയും വീണ്ടും ഒരവസരത്തിന് ചെല്ലണത്. എന്നെ അവിടെ ഞാൻ എന്റെ വീഴ്ച തന്നെ പോയി. തലയിറങ്ങി വീണ ഒരു സീനായിരുന്നത്. എനിക്ക് വന്നിട്ട് ഇതാണ് ആദ്യമായിട്ട് ഒരാള് വരും പരിപാടി ചെയ്യുമ്പോ തല പേടിച്ചിട്ട് വീണെന്നൊക്കെ പറഞ്ഞ ചെയ്യുന്ന പറയാൻ വേണ്ടിയുള്ള അവസരം പോലും കിട്ടിയില്ല എനിക്ക്. മൈക്കൊക്കെ എടുത്തുകൊണ്ട് പോയി കളഞ്ഞാണ്. ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലിച്ചന്റെ മക്കളെ കൊണ്ടുപോയത്, അവർ ഓടിക്കളഞ്ഞു. വെല്ലിച്ചന്റെ മക്കൾക്ക് ഒരു വലിയൊരു പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു യാത്ര. അത് ഏത് ടൈമിലായിരിക്കാം? സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു 17-18 വയസ്സിലൊക്കെ. അത് ഓർമ്മ ഉള്ളതുകൊണ്ട് പിന്നെ പേടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പൊ അത് മനസ്സിലുണ്ടല്ലോ, അതായിരിക്കും എന്നുള്ളത്. അവരുമില്ല ഇപ്പൊ അത് കഴിഞ്ഞ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ വല്ല മെസ്സേജ് അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ഏരിയയിൽ പോകുമ്പോ എന്നെ പറയാറുണ്ട്. പിന്നെ അവിടുത്തെ തന്നെ പല പരിപാടിക്ക് തന്നെ വിളിച്ച് ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവര് ഭയങ്കര ഇത്. അപ്പൊ അവര് അന്ന് തന്നെ കൂയോനൊക്കെ ആ സൈഡിൽ നിൽപ്പുണ്ട്. ഞാനപ്പോ അവന്റെ മൂത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന ഒരു കഥ പറഞ്ഞു. എനിക്കൊന്ന് ഹേർട്ടായി, പിന്നെ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നല്ലേ. പക്ഷെ എന്നാലും നമുക്ക് ഇവിടം വരെ എത്തിയപ്പോ കൂടുതൽ ഈ പടത്തിൽ വന്നപ്പോ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. ഇവരുടെ മറിമായ ടീമിന്റെ കൂടെ എത്തിയപ്പോ ഒരു വലിയൊരു ഹാപ്പി, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ആ രീതിയിൽ എടുക്കണം. ഒരാളെയും എല്ലാവരും നോട്ട് ചെയ്യും. അവിടെ വരുമ്പോ എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ അവരെന്ത് ചെയ്തില്ല, ഇന്നാളെന്ത് ചെയ്ത എവിടെ എല്ലാം ഒക്കെ നോക്കി എല്ലാവർക്കും സമാധാനിപ്പിച്ച് വിടുള്ളൂ. അപ്പൊ അത് തന്നെ വലിയൊരു ഹാപ്പി ആയിരുന്നു. സലീമിനെ കൊണ്ട് കൗണ്ടർ അടിപ്പിക്കാൻ ഞങ്ങള് ധ്യാന്റെ ഒരു പടത്തിലേക്ക് കഴിഞ്ഞ് ചെയ്തായിരുന്നു വടകരയില്, നിത്യഹരിനായനൊക്കെ ചെയ്ത സാറിന്റെ പടം. അപ്പൊ അതിന് ഞങ്ങൾ ഒന്നിച്ചൊരു സീനിൽ രാത്രി ഒരു വെള്ളടി പാർട്ടിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആ സീൻ നടക്കാൻ പോണം. അപ്പൊ ആ സീൻ നടക്കാൻ പോയപ്പോ ഡയറക്ടർ ഞങ്ങളെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് സൈഡിലേക്ക് പറ്റി അടുത്ത സീൻ നമ്മുടെ ഇങ്ങനൊരു സംഭവമാണ്. അപ്പൊ അതിലൊന്നും വേറെ ഒന്നുമില്ല, ചെറിയൊരു സംഭവങ്ങളുള്ളൂ ഡയലോഗ്. അപ്പൊ അവിടെ നിങ്ങൾ എന്തെങ്കിലും കയറ്റണമെന്ന് ചെറിയൊരു 2 സ്ഥലത്ത് ഒരു ഫില്ലർ 2 സ്ഥലത്ത് 2 കൗണ്ടർ പറഞ്ഞ് സലീമിനെ എന്നെ സൈഡിൽ കൊണ്ട് നിർത്തി ഒരു സിനിമക്കുള്ള ഫുള്ള് കൗണ്ടറും കൊടുത്ത് ഫില്ലറിന് പറഞ്ഞിട്ട് കുറെ അങ്ങോട്ട് വീണ അവർക്ക് ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോ ഇവിടെ. അത് ഒരു സിറ്റുവേഷൻ നമുക്ക് തരാൻ നേരത്ത് നമ്മൾ പല സംവിധാനത്തിലും ചെന്ന് വീണിട്ടുണ്ട് പണ്ട്. അപ്പൊ അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യുമ്പോ ഇവിടെ വേണ്ട ഇതിന്റെ അപ്പുറത്തെ സാധനം കിടക്കുകയാണ് നാട്ടിൻപുറത്തെ. അതങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അത് ആളുകൾക്ക് കിട്ടും. കാരണം എത്ര വലിയ ആളാണ് ടൈയും ഷോട്ടും കൂട്ടും ഒക്കെ ആണെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു ലോക്കൽ ഉണ്ടാവും. ചെറുപ്പത്തിലേ ഇല്ലേ, ചെറുപ്പത്തിലേ. പക്ഷെ അത് കാണിക്കുന്ന ഫ്രണ്ട്സിന്റെ ഇടയിലായിരിക്കും, അതുപോലെ അറിയാവുന്നവരായിരിക്കും. ഇരുട്ടത്ത് ലൈറ്റ് ഇല്ലാതെ തിയേറ്ററിൽ അത് കാണുമ്പോ അവൻ ആത്മാർത്ഥമായിട്ട് ചിരിക്കും. കാരണം അവൻ ചെയ്തിട്ടുള്ള കാര്യമാണല്ല. ആളുകളൊക്കെ കൂടിയെങ്കിൽ കാണിക്കും. അല്ലാത്തവന്റെ ഉള്ളിൽ ഇതുണ്ട്. എത്ര വലിയ ആളായാലും നമ്മള് വന്ന് ഒന്നില്ലെങ്കിൽ അവന്റെ കൂട്ടുകാരനുണ്ടാവും,
ഒരു കപൂർ സാധനം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുണ്ടാവും. ഇങ്ങനെ കാണിക്കുന്നു ഒരു കപൂർ സാധനം. അപ്പൊ അവരിന്ന് കണ്ടു അറിഞ്ഞു സാധനം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ അത് എല്ലാവർക്കും അത് കിട്ടും. നിങ്ങൾ എന്ത് തന്നെയാണോ ലോക്കൽ കൗണ്ടറാണ് അതൊന്നും ചോദിക്കൂല. കാരണം അവരെല്ലാവരും ഇഷ്ടപ്പെടേണ്ടത്. അപ്പൊ ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഈ സിനിമയിലും ഇതിലും നമ്മള് ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഒരു സീൻ ഉണ്ടാക്കി കളയാൻ ഒന്നുമില്ല. അവിടെ കുറെ സത്യസന്ധമായ പച്ചയായ ജീവിതങ്ങളുണ്ട്. ആ ജീവിതത്തിൽ അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി എന്നുള്ള കാഴ്ചക്കാർക്ക് തമാശയാണ്. അവരത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണത്. പക്ഷെ അത് കാണുമ്പോൾ നമുക്കത് തമാശയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായി. അപ്പൊ അതുപോലെ തമാശക്ക് വേണ്ടിയിട്ടല്ല, അവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലൂടെ നമ്മൾ ആ നാട്ടില് കുടുങ്ങാശ്ശേരി എന്നാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പേര്. കാരണം അങ്ങോട്ട് ബോട്ടും വണ്ടിയും ഒന്നുമില്ല. നാട്ടിലെത്തിയാൽ കുടുങ്ങി പോകും, തിരിച്ചു പോരാൻ പറ്റില്ല. അപ്പൊ ഈ സിനിമക്ക് കയറി സിനിമ ഓണായി സിനിമയിലോട്ട് ആൾ ഇന്നായി കഴിഞ്ഞാൽ പടം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ആ നാട്ടിലെ ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഒരു ടച്ചിങ് ആയ സംഭവം അതിൽ കിട്ടും എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. ആ നാട്ടിലെ എല്ലാവരും തിരിച്ചു വരാം. അതെ, ആ നാട് കണ്ട ആ നാട്ടിൽ ജീവിച്ച് തിരിച്ചു വരാം. ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും തങ്ങിക്കിടക്കും. കാരണം നമുക്കിപ്പോ അതിൽ ആരും ഇടിക്കാനൊന്നുമില്ല, ഇടിക്കണില്ല ആരെയും. പിന്നെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മക്കളുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലം മലയാളികൾ ഇഷ്ടപ്പെടുന്ന, സമാധാനമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫാമിലി ഫൺ എന്റർടൈൻമെന്റ് മൂവി വിത്ത് എ മെസ്സേജ് ഓൾസോ. അതെ, അതിന്റെ പൊളിറ്റിക്കൽ സെറ്റ് ആണ് അല്ലേ? നിങ്ങളുടെ ഒരു കൂട്ടായ്മ പോലെ എന്തെങ്കിലും മൂവി, അടിപൊളി മൂവി ആവട്ടെ, ചിന്തിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ബോണ്ടും നാട്ടും പ്രദേശവും നിങ്ങളുടെ ഒരു ഫൺ വൈബും ഒക്കെ. അതുപോലെ തന്നെ സിനിമ 26-ാം തീയതി തിയേറ്ററിൽ കാണാൻ പറ്റട്ടെ. അത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും പോയി പറയുക ഇത് കാണാൻ. അങ്ങനെ തിയേറ്ററുകൾ എണ്ണം കൂടട്ടെ, നിങ്ങളുടെ സന്തോഷത്തിന്റെ എണ്ണം കൂടട്ടെ. നമുക്ക് പ്രേക്ഷകരോട് ഒരു അപേക്ഷ വെക്കാം. കഴിഞ്ഞ ഒരു 13 വർഷമായിട്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴും മഹാമാരി വന്ന് 3 കൊല്ലം ആളുകൾ വീടടച്ചിട്ട് നാളെ മരിക്കുവോ ജീവിക്കുവോ എന്നൊക്കെ അറിയാൻ പാടില്ലാത്ത സമയത്തും അവരുടെ സ്വീകരണ മുറിയിലും ഫോണിലും ഒക്കെ ഞങ്ങൾ ഒരു ചെറു ചിരിയായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അവരുടെ സങ്കടങ്ങളിലും ഒക്കെ ഒരു റിലാക്സേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടീമാണ്. ചിന്തിപ്പിച്ചു. അതെ, മറിമായൻ ടീം. അപ്പോൾ ഒരു 13 വർഷം അവരുടെ വീട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ ചോദിക്കുന്നത്. നമ്മളൊരു സിനിമയായിട്ട് ഞങ്ങൾ സിനിമയായിട്ട് വരുന്നതാണ്. ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ വെറുപ്പിക്കില്ല. ഉറപ്പായിട്ടും നിങ്ങൾ കുടുംബസമേതം വന്ന് കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയണം. പഞ്ചായത്ത് കെട്ടിനെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിരിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് എൻറ്റയർ ക്രൂവിനും ഓൾ ദ വെരി ബെസ്റ്റ് തരുവാണ്. മൂവി ഒരു കിഡിലും നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു ഹാപ്പി ഫൺ മൂവി ആവട്ടെ. താങ്ക് യു. സന്തോഷം. സോ മച്ച്.